പടം അടിപൊളി, അടിപൊളി. മലയാളത്തിൽ മിന്നൽ മുരളിയും അജയൻ്റെ രണ്ടാം മോഷണമാണല്ലോ ഒരു മിത്തോളജി വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഇത് അത്തരം സാധനമേ ഇല്ല. സൂപ്പർ വുമൺ എന്നുള്ള സാധനം കൺസെപ്റ്റൊക്കെ അടിപൊളി, പക്ഷെ അതൊന്നും അല്ല പറയുന്നത്, മിത്തോളജി തന്നെ സാധനം. അതുപോലെ ഈ കാണിക്കുന്ന ഒന്നുമല്ല കാമിയോ റോൾ സൂപ്പർ. ആ ലാസ്റ്റ് ഏറ്റവും അവസാനം ഒപ്പം തുടങ്ങുന്ന സാധനം ഇട്ടുണ്ട്, അത് കഴിഞ്ഞ് വരുന്നതാണോ കാമിയോ റോൾ. അത് അടിപൊളിയാണ്, സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. പിന്നെ അതിന് മുമ്പത്തെ സീനുകൾ ഒന്നും മോശമില്ല. എല്ലാ കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നുള്ള രണ്ടുപേരുടെ ചീത്തപ്പേര് ഇതോടെ മാറി, വേറൊന്നും പറയാനില്ല. ഏതായാലും 100 കോടി ക്ലബ്ബ് ഉറപ്പ്, ഒന്നും പറയാനില്ല. ഇത് നസ്ലിൻ എന്നുള്ള ആ ഒരു പിള്ളാർച്ചിട്ടിൻ്റെ പടത്തെ എന്നുള്ള സംഭവത്തെക്കാളും കൂടുതൽ, അതായത് അതിന് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കേട്ട് വളർന്ന നമ്മുടെ ചെറുപ്പകാലത്തെ കഥകൾ, ആ മാട്, മറുത, കാളി, കൂളി, കടത്തനാട്ട് മാക്കം, അങ്ങനത്തെ കുറേയേറെ മിത്തുകളുടെ വലിയൊരു ലോകമുണ്ട് നമ്മുടേത്. നീലി, കടമറ്റത്തെ ഗൾഫിലെ മരുഭൂമി, കടമറ്റത്ത് കത്തനാർ, അങ്ങനത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, നമ്മളെന്നും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് പാസ് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ. ആ ഒരു സംഭവങ്ങളുടെ എല്ലാം കൂടെ രാഗത്തുക ഇത് പിള്ളേരോട് ഇപ്പോൾ നമ്മൾ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ യക്ഷി പിടിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ചോര കുടിച്ചു എന്നൊക്കെ പറയുന്ന സാധനം പറഞ്ഞിട്ട് പിള്ളേർ പോതള്ളേ എന്ന് പറയുന്ന ഒരു സീനിലോട്ട് പോകും. ആ സംഭവത്തെ ഇന്ന് കെ പോപ്പും കൊറിയൻ മിക്സും കൊറിയൻ ജാസും കാണുന്ന പിള്ളേരുടെ കളർഫുൾ ലോകത്തോട്ട് എടുത്തിട്ട് കാണാം. അത്തരം ടൈപ്പിലുള്ള ഡ്രസ് കോഡുകളും ആ ടൈപ്പിലുള്ള കളർ മൂവ്മെൻറ്റുകളും കളർ ടോണിങ്ങുകളും എല്ലാം വെച്ചുകൊണ്ട് അവരുടെ ലോകത്ത് നിന്നുണ്ട് ബാംഗ്ലൂരിനകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു പിള്ളേർ സെറ്റിൻ്റെ ലോകത്തോട്ട് ഈ ലോകം, നമ്മൾ ഈ പറഞ്ഞ മിത്തോളജിക്കകത്തെ ലോകം ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും, ആ ആൾക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ള സ്റ്റൈലിലൊരു സാധനം കൊണ്ടിരുന്നു. ഇതേ സംഭവം എക്ലിപ്സ്, ലേറ്റസ്റ്റ് സാഗ, അങ്ങനത്തെ സാധനങ്ങൾക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊക്കെ അവരുടെ സ്റ്റൈലിലുള്ള, ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു 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 സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഇതിനകത്ത് നിങ്ങൾ ദയവ് ചെയ്ത് മിന്നൽ മുരളിക്കകത്ത സൂപ്പർ ഹ്യൂമൻ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് വരരുത്. ആ സ്റ്റൈലുള്ള സൂപ്പർ ഹ്യൂമൻ അല്ലിത്, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് വേറൊരു ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് സിനിമാറ്റോഗ്രഫി ഒന്നും പറയാനില്ല, ജേക്സ് ബിജോയുടെ മ്യൂസിക്കിനെ കുറിച്ച് ഒന്നും ഒരു തുള്ളി ഒരിടത്ത് വിട്ട് കളയാനില്ല. അതിനകത്തൊരു സീക്വൻസ് കാണിക്കുന്നുണ്ട്, പ്രത്യേകം ന്യൂസ് കാണിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ ലോകം മൊത്തമുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അപകടം ഉണ്ടാകുന്നു എന്ന് കാണുമ്പം ഇവരുടെ കൂട്ടത്തിലുള്ള ഒത്തിരിയേറെ ആളുകൾ ഈ ന്യൂസ് കണ്ടിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നിങ്ങൾ തല പൊക്കി നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. വളരെ ഒരു 3 സെക്കൻഡ് അല്ലെ 5 സെക്കൻഡേ കാണത്തുള്ളൂ. പല ആൾക്കാർ ലോകത്തിൻ്റെ പലയിടത്തുനിന്ന് ഓരോ പണി നിർത്തി തല പൊക്കിയ ടി വിയിലെ ന്യൂസിലോട്ട് നോക്കുവാണ്. അതിൽ സൗബിൻ തല പൊക്കി വെൽഡിങ് ചോദിക്കുക, വെൽഡിങ് ടെക്നീഷ്യനാണ് പുള്ളി. ആ വെൽഡിങ് മാസ്ക് മാറ്റിയിട്ട് ഇങ്ങനെ ടി വിയിലോട്ട് നോക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നോ, അയ്യോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് സംതിങ് ലൈക്ക് ഡിവൈൻ. നമുക്ക് വേറെ ഒന്നും പറയണ്ട, ഗൂസ് ബംസ് ഒന്നും അല്ല പറയേണ്ടത്, അതുപോലത്തെ ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. പടം മുഴുവൻ തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ജംസ്കെയറുകൾ കൊടുക്കുന്ന വർക്ക് ആയിക്കോട്ടെ, ഓരോ VFX കൊടുത്തിരിക്കുന്ന നമുക്ക് ട്രാൻസിഷൻസ് എടുത്തു പറയേണ്ട വസ്തുവാണ്. നമ്മൾ അമ്പരം തിരിക്കും. അത് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഐസ് ക്യൂബ് വീഴുന്ന ആ സീനിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നത് ഐസ് ക്യൂബുകൾ നക്ഷത്രമായിട്ട് ഈ ആകാശമൊക്കെ കിടക്കുന്നിടത്തും താഴോട്ട് ക്യാമറ വരുന്നതായിട്ടാണ്. നമുക്കത് അത്ര സ്മൂത്ത് ട്രാൻസിഷൻസ് നമ്മൾ ഈ അന്തം വിട്ട് നോക്കി സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അത്ര പ്ലാൻഡ്, അത്ര സ്മൂത്ത്. VFX ആയിക്കോട്ടെ, നമ്മുടെ മലയാളത്തിൽ ഇത് കിട്ടിയിരിക്കുന്നതിൽ ഇതുവരെ കിട്ടാവുന്ന ഏറ്റവും കിടുക്കം VFX ആണ് ചെയ്തിരിക്കുന്നത്. അമേസിങ്, കിടുക്കം വർക്ക്, നമുക്കൊന്നും പറയാനില്ല. തിയേറ്ററിൽ മാത്രമേ കാണാവുള്ളൂ. ഇത് OTT-ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പൊളിച്ചടുക്കും. മിന്നൽ മുരളി ഒരു സമയത്ത് നെറ്റ്ഫ്ലിക്സിനകത്ത് ടോപ്പ് 10 നമ്പർ 1 വരെ വന്നതാണ്. ഇത് അതിനും മുകളിൽ ലോകം മുഴുവൻ ഇതെന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു കഥ ഈ സ്റ്റൈലിൽ പറയണമെങ്കിൽ, അതും ഒരു ഇമോഷനോടുകൂടി പറയണമെങ്കിൽ, ഇത് ടിലേറ്റ് സായക്ക് അതൊക്കെ തീർച്ചയായിട്ടും ഇമോഷനോടുകൂടി തന്നെയാണ് ഈ പറഞ്ഞ ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു ഏഷ്യൻ സ്റ്റൈൽ ഓഫ് സെയിങ് ആണ്, ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതും ഇത്ര ഡെപ്തിൽ ബ്യൂട്ടിഫുൾ. കല്യാണിയുടെ ഇപ്പോഴും ഞാൻ പറഞ്ഞു, കല്യാണിയുടെ പഴയ പൂച്ചക്കുട്ടി ക്യൂട്ട്നെസ് സ്വഭാവം പോയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നില്ല ഇതിനകത്ത് അവൾ എന്ത് കാണിച്ചാലും നമുക്ക് വാവ്, സെക്ഷലായിട്ടോ സെൻഷ്വലായിട്ടോ ഒന്നും തോന്നാത്ത സ്റ്റൈലിൽ ഒരു സീരിയസ് ക്യാരക്ടറായിട്ട് പുള്ളിക്കാരിയെ മോൾഡ് ചെയ്തായിട്ട് നമുക്ക് തോന്നും. ശരിക്കും അങ്ങനെ മോൾഡൊന്നും ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. പുള്ളിക്കാരുടെ സ്ഥായിയായ മുഖം ഉണ്ടല്ലോ, എന്നിരിക്കുന്ന ആ മുഖം ഇങ്ങനെ ഒരു ഭാവ വ്യത്യാസം കൂടാതിരിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഈ ക്യാരക്ടറിന് വേണ്ടത്. അതുകൊണ്ട് ഇത് അവൾക്ക് വളരെ സ്യൂട്ടായി, അത്രേ ഉള്ളൂ. സ്റ്റൺസ് ഒക്കെ അടിപൊളി കേട്ടോ, ഒന്നും പറയണ്ട, സ്റ്റൺസ് ഒക്കെ സൂപ്പർ. നസ്ലിൻ ഒരു കോമഡി ലെവലിൽ മനോഹരമായിട്ട് ചെയ്തു. ആലപ്പുഴക്കാരെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നാട്ടുകാരെല്ലാം തന്നെ പറഞ്ഞൊരു പടമാണ്. പക്ഷേ അതിൻ്റെ കീഴ്ദോഷമായിട്ട് ഇതിനകത്ത് നസ്ലിൻ മാറ്റിയെടുക്കും, അത്ര കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ. എനിവേ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ പോകുന്നു. ബൈ.